ഹലോ ഫ്രണ്ട്സ്, ഹായ്. ഇന്ന് നമുക്ക് ഒരു അടിപൊളി ചെമ്മീൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്കാദ്യം ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാനുള്ള മസാല റെഡിയാക്കാം. ഞാനിവിടെ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു അരക്കിലോ ചെമ്മീനാണ് എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് അതിനകത്തേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത്. മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് വേണ്ടത് ഗരം മസാലയാണ്. ഗരം മസാല ഞാൻ ഒരു സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മസാല ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് നാരങ്ങയും കൂടെ പിഴിഞ്ഞ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് നമുക്ക് കുറച്ച് ഒരു അരമണിക്കൂറോളം നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് നമുക്ക് പ്രോൺസ് ഒന്ന് വറുത്തെടുക്കാം. പാൻ ചൂടായപ്പോൾ ഞാൻ ഒരു എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ മേലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നന്നായി മൊരിഞ്ഞ് വരണ്ട. നമുക്കിതൊരു ഹാഫ് ഫ്രൈ ആവുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റി വയ്ക്കാം. എൻ്റെ ഇത് ഒരു ഹാഫ് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വറുത്ത് കോരി മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് പാൻ വെച്ച് നമുക്ക് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് കറിവേപ്പിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനൊരു സവാള 3-4 സവാള ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആ സവാള മുഴുവൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2 തക്കാളിയാണ് എടുത്തേക്കുന്നത്. 2 തക്കാളി ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ഒന്ന് വാടി വരാൻ വേണ്ടി ഞാനൊന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. തക്കാളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിനകത്ത് എല്ലാം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ അര സ്പൂണ് വേണ്ട, 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മറ്റേ ഫ്രൈ ചെയ്തതിനകത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്തുകൊണ്ടാണ് ഇതിനകത്ത് കുറച്ച് ചേർക്കുന്നത്. കുറച്ച് ഗരം മസാലയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഒന്ന് നന്നായിട്ട് ഇതാക്കിയെടുക്കാം. ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്ത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ച ചെമ്മീൻ കൂടി ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഞാൻ ഇവിടെ ഒരുപാട് നേരമൊന്നും അടച്ച് വെച്ച് വേവിക്കേണ്ട. നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് എടുത്തതുകൊണ്ട് കുറച്ച് ടൈം മതി. എൻ്റെ ഇവിടെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഒരു അടിപൊളി റോസ്റ്റാണ്, ചെമ്മീൻ റോസ്റ്റാണ്.